നമസ്കാരം. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ആനന്ദ് TV അവതരിപ്പിക്കുന്ന ലോകജാലകത്തിൽ വിവിധ മേഖലകളിൽ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും കാണാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളെയും അറിയാൻ ആഗ്രഹിക്കുന്ന സംഭവ വികാസങ്ങളും കാണാക്കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ ലോകജാലകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീരാളി നഗരത്തെക്കുറിച്ചാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളെന്നാണ് പൊതുവെ നീരാളികളെ കുറിച്ച് പറയാറുള്ളത്. ഇണ തേടുന്ന സമയത്ത് മാത്രമേ ഇവ പങ്കാളികളെ തേടി പോകാറുള്ളൂ. എന്നാൽ നീരാളികൾ ഒറ്റത്തടിയാണെന്ന സിദ്ധാന്തത്തിനും മാറ്റം വരികയാണ്. കടലിനടിയിൽ തിങ്ങി ജീവിക്കുന്ന നീരാളികളുടെ നഗരം കണ്ടെത്തിയതാണ് ഗവേഷകരെ ഈ ഒരു നിഗമനത്തിൽ എത്തിച്ചത്. കിഴക്കൻ ഓസ്ട്രേലിയയിലെ ജേർവിസ് ബെയിലാണ് ഈ നീരാളി നഗരം കണ്ടെത്തിയത്. കടലിന്റെ 33 മുതൽ 49 അടി വരെ ആഴത്തിലായിരുന്നു ഇതിന്റെ സ്ഥാനം. പരിശോധനയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കവും തിരിച്ചറിഞ്ഞു. പക്ഷേ ഇത്രയും കാലത്തിനിടെ എന്തുകൊണ്ട് ഇത് തങ്ങളുടെ കാഴ്ചയിൽ പെട്ടില്ലെന്നാണ് ഗവേഷകർ ഇപ്പോൾ ചിന്തിക്കുന്നത്. പരിണാമപരമായി നീരാളികളിൽ ഉണ്ടായ മാറ്റങ്ങൾ പഠിക്കാൻ അനുയോജ്യമായ ഇടമെന്ന നിലയിലാണ് ഗവേഷകർ ഇപ്പോൾ ഇതിനെ കാണുന്നത്. കൂട്ടമായി ജീവിക്കാൻ നീരാളികളെ പ്രാപ്തരാക്കുന്ന കാരണം എന്താണെന്നാണ് അന്വേഷണം. പുരാതന കാലത്ത് കടലിനടിയിലായ അറ്റ്ലാന്റിസ് എന്ന സാങ്കല്പിക നഗരത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പേരും നീരാളി നഗരത്തിന് നൽകിയിട്ടുണ്ട്. ഒക്ടോപ്പസ് എന്ന പേരിനൊപ്പം അറ്റ്ലാന്റിസ് എന്ന പേര് കൂടി ചേർത്ത് ഒക്ടോലാന്റിസ് എന്നാണ് നീരാളി നഗരത്തിന് നൽകിയിരിക്കുന്ന പേര്. ഒക്ടോപ്പസ് ടെട്രിക്കസ് എന്ന ഇനം നീരാളികളെയാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിൽ മണലും കക്കയും വൻതോതിൽ കൂടിച്ചേർന്ന് പാറക്കെട്ടുകൾക്ക് സമാനമായ ഭാഗത്താണ് ധാരാളം നീരാളി നഗരം രൂപപ്പെട്ടിരിക്കുന്നത്. 15ഓളം നീരാളികൾ നിലവിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ അപകടകരമായ ഇടമെന്നാണ് ഒക്ലാന്റീസിന് ഗവേഷകർ നൽകിയിരിക്കുന്ന വിശേഷണം. കാരണം പുറമേ നിന്നുള്ള ഒരു ജീവിക്കും ഇവിടെ പ്രവേശനമില്ല എന്നത് തന്നെയാണ്. അഥവാ മറ്റു നീരാളികൾ വന്നാൽ തുരത്തി ഓടിക്കുകയും ചെയ്യും. ഇനി ഒക്ലാന്റിസിൽ നിന്ന് നീരാളികളുടെ എണ്ണം കൂടിയെന്നിരിക്കട്ടെ, അധികമായുള്ളവയെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നീരാളിക്കൂട്ടം പുറത്താക്കും. പരിണാമദശയിൽ ജീവിവർഗം സ്വീകരിച്ച അതിജീവനത്തിന്റെ അതേ മാർഗമാണ് ഇതെന്നാണ് വിലയിരുത്തുന്നത്. വെർട്ടിബ്രേറ്റുകളിൽ ഇത്തരത്തിലുള്ള സാമൂഹിക ജീവിതം കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ വ്യത്യസ്ത ജീവിവിഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള പരിണാമം സാധ്യമാകുന്നുവെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ബിഹേവിയർ ആൻഡ് സൈക്കോളജി ജേണലിൽ ഇത് സംബന്ധിച്ച പഠനവും പ്രസിദ്ധീകരിച്ചു. 2009 നീരാളികളുടെ നഗരത്തിന് സമാനമായ ഒരിടം ഗവേഷകർ കണ്ടെത്തിയിരുന്നു. എന്നാൽ അവിടെ പരസ്പരം പോരാടി ജയിക്കുന്നവർക്ക് മാത്രമായിരുന്നു വാസസ്ഥാനം ലഭിച്ചിരുന്നത്. ഹോളിവുഡ് സിനിമയെ അനുസ്മരിപ്പിച്ച് നീരാളികളുടെ ഫൈറ്റ് ക്ലബ് എന്നാണ് അന്ന് ഈ ഇടത്തിന് പേര് നൽകിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇപ്പോഴും അറിയപ്പെടാത്ത എത്ര നീരാളി നഗരങ്ങൾ ഉണ്ടാകും എന്ന അന്വേഷണത്തിലേക്ക് ഗവേഷകർ ഇനി നീങ്ങുകയാണ്. സമുദ്രത്തിലെ ഏത് ഘടകമാണ് നീരാളിയെ ഇത്തരത്തിൽ ഇപ്പോഴും കൂട്ടമായി ജീവിക്കാൻ പഠിപ്പിക്കുന്നതെന്നും അന്വേഷിക്കുന്നുണ്ട്. ലോകജാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കാഴ്ചയുമായി അടുത്ത ദിവസം കാണും വരേക്കും നന്ദി.